ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മോസ് റോസ് വെച്ച് അഥവാ പത്തുമണി വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു പ്ലാന്റിങ് മെത്തേഡ് നോക്കാം. ആദ്യം തന്നെ കുറച്ച് ഇരുമ്പ് വള്ളികൾ, അതായത് ഈ കമ്പിയില്ലേ, നൂൽക്കമ്പി എടുത്ത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ വെച്ചിട്ട് നമുക്കൊന്നിങ്ങനെ സ്പൈറൽ മെത്തേഡിൽ ഒന്ന് കറക്കിയെടുക്കാം. ഇത് രണ്ട് മെത്തേഡ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. രണ്ടും ഞാൻ ഒറ്റ പോട്ടിൽ തന്നെയാണ് ചെയ്ത് കാണിക്കുന്നത്. 2-in-1 മെത്തേഡാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കമ്പി തന്നെ വെച്ചിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. ഇപ്പം നൂൽക്കമ്പി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മോസ് റോസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നീളമുള്ള കമ്പ് നോക്കി തന്നെ എടുക്കണം. നീളം കുറഞ്ഞ കമ്പുകൾ നമുക്ക് ഉപയോഗിക്കാൻ പാടാണ്. പിന്നെ നമുക്ക് ലീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലീവ്സ് ഒന്ന് കട്ട് ചെയ്തും കൂടെ മാറ്റാം. അപ്പം ഞാനൊരു ബഞ്ചായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കമ്പിയോട് ചേർത്ത് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ കെട്ടുന്ന സമയത്ത് കുറച്ച് തണ്ട് താഴേക്ക് ഇട്ട് വേണം കെട്ടാൻ കേട്ടോ, എന്നാലേ നമുക്ക് മണ്ണിലോട്ട് നല്ല രീതിക്ക് റൂട്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കൊരു ചെറിയൊരു കമ്പി വെച്ച്, നൂൽക്കമ്പിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഏത് നൂൽക്കമ്പിയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ ക്രാഫ്റ്റ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന കമ്പിയാണ്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെമ്മിൽ ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ കമ്പിക്ക് പകരവും ഈ നൂൽക്കമ്പി തന്നെ എടുക്കാം. പക്ഷേ കട്ടി കുറവാണ്, അതുകൊണ്ട് കുറച്ചധികം എടുക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. ഓരോ എൻഡിലും കൃത്യമായിട്ട് കെട്ടിക്കൊടുക്കണം. ഇത് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന കണക്കൊന്നും കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പം എല്ലാവരും നല്ല രീതിക്ക് ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്തത് വേറൊരു മെത്തേഡിൽ ചെയ്ത് നോക്കാം. കമ്പി ഇതുപോലെ തന്നെ സ്പൈറലായിട്ട് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഒരു 6 തണ്ട് നമുക്ക് എടുക്കാം. ഇനി നമ്മൾ ഈ മുടിയൊക്കെ പിന്നി കൊടുക്കില്ലേ, ആ രീതിക്കൊന്ന് വെച്ചിട്ട് അതിൻ്റെ ബോട്ടം ഭാഗം ഒരു നോട്ടിട്ട് കൊടുക്കാം. ആദ്യം ചെയ്തതുപോലെ കമ്പിയോട് ചേർത്ത് വെച്ചിട്ടല്ല ഇത് ചെയ്യേണ്ടത്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മുടി പിന്നും പോലെ പിന്നിയ ശേഷമാണ് കമ്പിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ടോപ്പ് ഭാഗത്തുള്ള ലീവ്സ് ഒരിക്കലും കട്ട് ചെയ്ത് കളയല്ലേ കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫ്ലവറൊന്നും കിട്ടാൻ സാധ്യതയില്ല, കുറച്ച് ടൈം എടുക്കേണ്ടി വരും. അപ്പം ഫ്ലവറും ബഡും ഒക്കെ ഉള്ള പീസ് നോക്കി നമ്മൾ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടും. നൂൽക്കമ്പി ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് കെട്ടിക്കൊടുക്കണം. കാരണം ഇത് നമ്മൾ ഇരുമ്പ് കമ്പിയുമായിട്ട് അറ്റാച്ച് ചെയ്യാതെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് ഇളകിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോട്ടിലേക്ക് സോയിൽ ആഡ് ചെയ്യാം. നമ്മൾ പ്ലാൻ ക്രാഫ്റ്റ് വയ്ക്കുന്ന സമയത്ത് നമ്മൾ പോട്ടിൻ്റെ 2 അറ്റത്തായിട്ട് വേണം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ പോട്ടിനകത്തേക്ക് എത്തി നോക്കാതെ തന്നെ ദൂരെ നിന്ന് തന്നെ നമ്മുടെ ആ ഒരു വർക്ക് കാണാൻ കഴിയണം. ആ രീതിക്ക് വേണം പ്ലേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, എന്ത് മനോഹരമാണ് കാണാൻ. പോട്ടിൻ്റെ ആ ലുക്ക് തന്നെ മാറി, ഒരു റിച്ച് ലുക്ക് അപ്പിയറൻസിൽ തന്നെ വന്നിട്ടുണ്ട്. എല്ലാ ഭംഗിയുണ്ട്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് സൈഡിൽ വെച്ച് കൊടുക്കണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുക്കാം. അവിടെയും പൂ വരുമ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആവും. അങ്ങനെ ഞാൻ വെച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ബഡ്സ് ഉണ്ട്, ഒരുപാട് പൂ ഇനിയും ഉണ്ടാവും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ആയിട്ട് പുതിയൊരു ക്രാഫ്റ്റാണിത്, എല്ലാവരും ചെയ്ത് നോക്കണം. പ്ലാന്റ്സിൻ്റെ ഒരുപാട് ക്രാഫ്റ്റ് ഞാൻ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. എന്ത് സംശയങ്ങളോ എന്ത് ഒപ്പീനിയൻ പറയാനുണ്ടെങ്കിലോ എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ വരിക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.